വയനാടിൻ്റെ സ്വന്തം മിനിസ്റ്റർ ശ്രീ ടി സിദ്ദിഖ് നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് അപ്രതീക്ഷിതമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഏറെക്കുറെയൊക്കെ ആ ലിസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ അവസാന നിമിഷം ഏതൊക്കെയോ കിട്ടുമോ എന്നുള്ളൊരിതായിരുന്നു. പക്ഷെ എങ്കിലും അർഹതപ്പെട്ട രീതിയിൽ ടി സിദ്ദിഖിന് മന്ത്രിസ്ഥാനം ഏറ്റവും അർഹതപ്പെട്ട രീതിയിൽ വയനാടിൻ്റെ മന്ത്രിയായി എത്തിയിരിക്കുകയാണ്. അവസാനവട്ടം മാധ്യമങ്ങൾ പുറത്തുണ്ടാക്കിയൊരു കൺഫ്യൂഷൻ അല്ലാതെ അകത്ത് വേറൊരു കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു സന്തോഷം നൽകുന്ന, സ്വാഭാവികമായും പൊതുപ്രവർത്തകരെന്ന രീതിയിൽ കമ്മിറ്റഡായി നിൽക്കുന്ന ആളുകൾ അവരുടെ കഠിനാധ്വാനം അനുസരിച്ച് ഓരോ അവസരങ്ങൾ വരുന്ന സമയത്ത് അതിൽ സന്തോഷമുണ്ടാകും. അതിലുപരിയായി ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വം കൃത്യതയോടുകൂടി ആസൂത്രണം ചെയ്ത് അതിനനുസരിച്ച് ഡെഡിക്കേറ്റഡായി പ്ലാനിങ് നടത്തി പദ്ധതി ഉണ്ടാക്കി അതിൻ്റെ നിർവഹണത്തിലേക്ക് കൊണ്ടുപോയി ജനങ്ങൾ സാധാരണ പ്രതീക്ഷയല്ലത്, വലിയ പ്രതീക്ഷയാണ്. കാലാകാലം ഇളകാത്തതായ പല കോട്ടകളും ഇളകുകയല്ല, തകർന്നു. അതൊരു അത്രയും ജനങ്ങളുടെ പിൻബലവും ജനങ്ങളുടെ ഒരു വലിയ ക്ലീനായിട്ടുള്ള പിൻബലം ഇതുപോലെ ഒഴുകി വന്നതായ സമയം അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പരിപാടികളും പദ്ധതികളും പ്രോജക്റ്റുകളും ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുക, ക്ഷേമ പദ്ധതികൾ കൂട്ടുക, സ്റ്റേറ്റ് എക്സ്ചക്കറിൻ്റെ ഏറ്റവും വലിയ പ്രയാസം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക, അങ്ങനെ തുടങ്ങി വിപുലമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്യാബിനറ്റ് ഈ ഗവൺമെൻറ്റിൻ്റെ ടേക്ക് ഓഫ് സംബന്ധിച്ച് കൃത്യമായ ദിശ നൽകുന്ന ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് ആണ് ഇന്ന് നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ ഡെലിവർ നടത്തുകയുണ്ടായി. പ്രസ് കോൺഫറൻസിൽ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ധവളപത്രം ഇറങ്ങാൻ പോവുക. ആ ധവളപത്രത്തിൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ സംബന്ധിച്ച, സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച യഥാർത്ഥ ചിത്രം അവിടെ ഉണ്ടാവും. മുമ്പ് ശ്രീ AK ആൻ്റണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അന്നത്തെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലൊരു പ്രധാനപ്പെട്ട പരാമർശമായിരുന്നു കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർച്ചയിലാണ്. അന്ന് ആ ഗവൺമെൻറ് വന്ന് ആദ്യം ചെയ്തത് ധവളപത്രം ഇറക്കുക, വൈറ്റ് പേപ്പർ ഇറക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് വൈറ്റ് പേപ്പറിൻ്റെ തീരുമാനമെടുത്തു. 2 ആശാ വർക്കർമാരോട്, അംഗനവാടി വർക്കർമാരോട്, ഹെൽപ്പർമാരോട്, അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിലുള്ള ആളുകളുടെ കാര്യങ്ങൾ തീരുമാനിച്ചു. ജൂൺ മാസം 15-ാം തീയതി മുതൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF ജനങ്ങളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനിതകൾക്കുള്ള KSRTC സൗജന്യ യാത്ര. ആ സൗജന്യ യാത്ര വളരെ കൃത്യതയോടുകൂടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലേക്ക് ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ കടന്നു. ജൂൺ 15-ാം തീയതി അതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. മുതിർന്നവരുടെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കും. ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളതായിരിക്കുന്ന സൊസൈറ്റി ഉള്ളത് ജപ്പാനിലാണ്. ഒരുപക്ഷെ കേരളത്തിൽ നമുക്ക് 2-3 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ബർത്ത് റേറ്റ് ഏറ്റവും കുറവാണ്, നമ്മുടെ ഡെത്ത് റേറ്റ് ഏറ്റവും കുറവാണ്, നമ്മുടെ ലോഞ്ചിവിറ്റി, ആയുർദൈർഘ്യം നമ്മളത് കൂടുതലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മൈഗ്രേഷൻ, വിവിധ രാജ്യങ്ങളിലേക്കുള്ള പ്രയാണം, അത് നേരത്തെ മിഡിൽ ഈസ്റ്റിലേക്ക് പോയതുപോലെയല്ല. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അതുപോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കും മറ്റുമൊക്കെ പോകുമ്പോൾ ഈ കുട്ടികൾ അവിടെ പഠിച്ച് ജോലി അവിടെ ഏതെങ്കിലും തരത്തിൽ സമ്പാദിച്ച് അത് കഴിഞ്ഞ് അവർ മാരി ചെയ്ത് അവിടെ താമസിച്ച് അവിടുത്തെ സിറ്റിസണായി അവിടെ പോവുകയാണ്. അപ്പോൾ നമുക്ക് വരുന്ന ഒരു പോപ്പുലേഷൻ ഇറോഷൻ, നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് കേരളം പോവുകയാണ്. വളരെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ, അപ്പോൾ മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചതായിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളും സർക്കാരിൻ്റെ മുമ്പിൽ ഇതുൾപ്പെടെ വിവിധങ്ങളായ വിഷയങ്ങൾ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്ത് അത് മുഴുവൻ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകവും സുചിന്തിതവുമായിട്ടുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള ജനം നൽകിയിരിക്കുന്ന ഈ ഉത്തരവാദിത്തം കഠിനാധ്വാനത്തിലൂടെ പൂർത്തീകരിക്കപ്പെടും. തീർച്ചയായും ഒരു കഠിനാധ്വാനം തന്നെ വേണ്ടി വരും. കാരണം ആ രീതിയിലാണ് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ. പക്ഷേ ഇത് അങ്ങയുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, അങ്ങയുടെ വകുപ്പ് ഏതായാലും അങ്ങ് വയനാട്ടിൽ നിന്നുള്ള ഒരു മന്ത്രിയാണ്. അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായും വയനാടിൻ്റെ പുനരധിവാസം അത് ഏത് ഘട്ടം എവിടം വരെ എത്തി എന്നുള്ളതൊക്കെ തന്നെ. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് കോൺഗ്രസിന് പറഞ്ഞ വാഗ്ദാനം പാലിക്കപ്പെടാൻ കഴിഞ്ഞു എന്ന രീതിയിലൊക്കെ ആരോപണങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. വീണ്ടും നിങ്ങൾക്ക് ഇത്രയും ഭൂരിപക്ഷത്തോടെ മാൻഡേറ്റ് ജനങ്ങൾ തന്നു.
അപ്പോൾ ആ വയനാട്ടിലെ മന്ത്രി എന്ന നിലയിൽ ആദ്യം ഉയരുന്നൊരു ചോദ്യം അല്ലെങ്കിൽ ആദ്യം വിരൽ ചൂണ്ടുന്നതും അങ്ങേക്ക് നേരെ തന്നെയാണ്. രണ്ട് കാര്യമാണ്. ഒന്ന്, സർക്കാർ തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ആ സർക്കാർ തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തപ്പെടണം. ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഞാൻ ആ വിഷയം ഉന്നയിച്ചു. മുഖ്യമന്ത്രി അത് വളരെ ഗൗരവത്തോടു കൂടി എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ഇടപെട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ടതായ കാര്യം, ഗുണഭോക്തൃ ലിസ്റ്റ് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഈ ഗുണഭോക്തൃ ലിസ്റ്റ് പൂർത്തീകരിക്കപ്പെടാത്തതിൻ്റെ കാരണം അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ പലരും പുറത്തായി എന്നുള്ളതാണ്. അപ്പം മാനദണ്ഡങ്ങൾ സംബന്ധിച്ചതായിരിക്കുന്ന പ്രശ്നം നിൽക്കുകയാണ്. 2 വർഷമായിട്ട് ഒരു വലിയ ഡിസാസ്റ്റർ ഉണ്ടായി അതിൻ്റെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വലിയ പോരായ്മയാണ്. രണ്ടാമത്തെ കാര്യം, അവരുടെ കടം എഴുതിത്തള്ളി. ആ കടം എഴുതിത്തള്ളുന്നത് കേരള അസംബ്ലി യുനാനിമസ് റെസൊല്യൂഷൻ പാസ്സാക്കി സെൻട്രൽ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചതാണ്. സെൻട്രൽ ഗവൺമെൻറ് അതിൽ വളരെ ഉത്തരവാദിത്തരഹിതമായ സമീപനം സ്വീകരിച്ചു. അവർ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 12 അവർ റിപ്പീൽ ചെയ്ത് എടുത്തു കളഞ്ഞ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ എസ്കേപ്പ് ചെയ്യുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വളരെ ഗുരുതരമായ പാളിച്ചയാണത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് 775 കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ് കയ്യിലുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അത് ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി എഴുതി തള്ളി. പക്ഷേ അവിടെ പ്രശ്നമാണ്, പൂർണ്ണമായുള്ള കടം എഴുതി തള്ളിയിട്ടില്ല. ഇവരുടെ ഉപജീവനത്തിൻ്റെ പ്രശ്നമുണ്ട്. അവിടെ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖല കുട്ടികളെ നമ്മൾ മേപ്പാടിയിലേക്ക് മാറ്റി. ഉന്നത വിദ്യാഭ്യാസ മേഖല കുട്ടികളുണ്ട്. അമേരിക്ക പഠിക്കുന്ന കുട്ടികൾ, വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ, MBBS പഠിക്കുന്ന കുട്ടി, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മെഡിക്കൽ അലൈഡ് കോഴ്സസ്, സർട്ടിഫിക്കറ്റ് കോഴ്സസ്, മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ തുടങ്ങി വിവിധ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഈ ഒരൊറ്റ കുട്ടിയുടെ വിദ്യാഭ്യാസം പോലും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. ഞാൻ ആശ്വാസത്തോടു കൂടി പറയുന്നു, ഈ ഒരൊറ്റ കുട്ടി പോലും വീഴാതെ കാത്തു സൂക്ഷിച്ചത് MLA കെയർ പ്രോജക്റ്റ് ഉണ്ടാക്കി. ഞാൻ അതിന് 8 ജീവനക്കാരെ വെച്ച് ഡാറ്റ സെലക്ഷൻ നടത്തി വളരെ കൃത്യതയോടുകൂടി അതിൻ്റെ മേലെ പണിയെടുത്ത് ഇത് മലബാർ ഗോൾഡ് ഉൾപ്പെടെ, ഏനപ്പൊയ്യ ഡീംഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ, തക്കല നിഷ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ, ഡോൺ ബോസ്കോ ഉൾപ്പെടെ, ഫറൂഖ് കോളേജ് ഉൾപ്പെടെ വിവിധ കോളേജുകളൊക്കെ ആയിട്ട് സംസാരിച്ച് അവരെ മുഴുവൻ ടേക്ക് ഓവർ ചെയ്തു. അത് സത്യത്തിൽ സർക്കാർ ചെയ്യേണ്ടതാണ്. അപ്പോൾ സർക്കാർ ടൗൺഷിപ്പ് വീട് എന്നുള്ള ഒരൊറ്റ ക്യാമ്പയിനായിരുന്നു. ഒരു വീടും കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള വീടുകൾ ഇനിയും പൂർത്തീകരിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയാണ്. ആ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെടണം. പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിന് സമയബന്ധിതമായ നടപടി ഉണ്ടാകും. ഞാൻ അവരുടെ സങ്കടം നേരിട്ട് കണ്ടാണ്. ഞാൻ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷന് പോയ ഒരു ജനപ്രതിനിധിയാണ്. സങ്കടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഡെഡ് ബോഡിയും ഇതൊക്കെയായി കഴിഞ്ഞവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വിഷയത്തിൽ സർക്കാർ സ്ട്രക്ചറൽ റീഹാബിലിറ്റേഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി അതും പൂർത്തീകരിക്കപ്പെടാതെ മുന്നോട്ട് പോയ ഒരു സാഹചര്യം മുമ്പിലുണ്ട്. അവിടെ നിന്ന് സമയബന്ധിതമായി ഇപ്പോൾ 1683 കോടി രൂപയിൽ പ്ലസ് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. 529 കോടി രൂപ സാസ്കി, 160 കോടി രൂപ SDRFൻ്റെ ഹൈക്കോടതി വിധിന്യായം അനുസരിച്ച് ഇടപെടൽ മുഖാന്തരം കിട്ടിയത്, 775 കോടി രൂപ CMDRFിലേക്ക് ജനങ്ങൾ കൊടുത്തതായിരിക്കുന്ന പണം, 229 കോടി രൂപ PDNA റിപ്പോർട്ട് വഴി നമുക്ക് കിട്ടിയത് ഉൾപ്പെടെ വലിയ പണമുണ്ട്. അപ്പോൾ ഇത് സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകണം. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടി UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. പ്ലസ് നിങ്ങൾ ചോദിച്ചൊരു കാര്യം, കോൺഗ്രസിൻ്റെ ടൗൺഷിപ്പ് അതിൻ്റെ പ്രവർത്തനം, ഇപ്പോൾ അതിൻ്റെ കിണറിൻ്റെ പ്രവർത്തനം ഞങ്ങൾ പൂർത്തീകരണത്തിലേക്ക് വന്നു. ഞങ്ങളതിൻ്റെ പാർഷ്യൽ ലേഔട്ട് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ലേഔട്ട് കുറച്ച് കറക്ഷൻ ഞങ്ങളോട് പറഞ്ഞു. ആ കറക്ഷൻ ഉടനെ തന്നെ ആ കറക്ഷൻ ക്ലിയർ ചെയ്തിങ്ങനെ കൊടുക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അപ്രൂവൽ കിട്ടിക്കഴിയുമ്പോൾ ഉടനെ ദിവസങ്ങളോടുകൂടി ഞങ്ങൾ അതിൻ്റെ വർക്കും ആരംഭിക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ടൗൺഷിപ്പ്, അതായത് ഇടത് സർക്കാർ തുടങ്ങി വെച്ച ആ ടൗൺഷിപ്പ് അതേ രീതിയിൽ സർക്കാരിൻ്റെ ടൗൺഷിപ്പായി പൂർത്തീകരിക്കും. ഒപ്പം കോൺഗ്രസ് പറഞ്ഞ 100 വീടുകൾ എന്ന വാഗ്ദാനം വേറെ പ്രത്യേകം, അങ്ങനെയാണോ? സർക്കാർ ടൗൺഷിപ്പ് സർക്കാർ തുടർച്ചയാണല്ലോ. സ്വാഭാവികമായും സർക്കാർ ടൗൺഷിപ്പ് നല്ല രീതിയിൽ ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും. 2, കോൺഗ്രസിൻ്റെ ടൗൺഷിപ്പ് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞല്ലോ, അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. എല്ലാവിധ ആശംസകളും മിനിസ്റ്ററെ. താങ്ക് യു.
അപ്പോൾ വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയാണ് അദ്ദേഹം. സ്വാഭാവികമായി അദ്ദേഹത്തിന് നേരെ ഉയരുന്നത് വയനാട് ടൗൺഷിപ്പും അതിൻ്റെ പുനർനിർമ്മാണവും ഒക്കെ എങ്ങനെയാകുമെന്ന്. അതിന് അദ്ദേഹം കൃത്യമായ കണക്കുകൂട്ടലുകൾ അദ്ദേഹത്തിനുണ്ട്. ആ കണക്കുകൾ നിരത്തി അദ്ദേഹം പറയുന്നു. ഉറപ്പായും അദ്ദേഹം ഒരു MLA കെയർ എങ്ങനെ പ്ലാൻ ചെയ്തോ അതേ രീതിയിൽ തന്നെ ഒരു ടൗൺഷിപ്പുമായി മുന്നോട്ട് പോകും. അതിനുവേണ്ടി അത് ആദ്യ ക്യാബിനറ്റിൽ അദ്ദേഹം ഇത് തുടങ്ങി വെച്ചു എന്ന് തന്നെ പറയുകയാണ്. ക്യാമറാമാൻ സുനിലൊപ്പം അൻഫിൽ ഡിസൂസ.